ഹലോ, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളിന്നൊരു ക്രാക്കിയിൽ ചെടി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ക്രാക്കി എന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. സാധാരണ ഹൈഡ്രോപോണിക്സ് ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു വർക്കാണ് ക്രാക്കി, ഒരു സയൻറ്റിസ്റ്റ് പേരാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുക്കും. വെള്ളമല്ല, നമ്മൾ ന്യൂട്രിയൻസ് എടുക്കും. ന്യൂട്രിയൻസ് ഇതുപോലെ രണ്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ നമ്മൾ പോട്ടറി വെച്ചിട്ട് ഇതിലിങ്ങനെ പോട്ടറി വെച്ചിട്ടാണ് ഇതിലാണ് നമ്മൾ ചെടി നടുന്നത്. പക്ഷേ ഈ ക്രാക്കി മെത്തേഡിൽ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി ഇങ്ങനെ വളർന്നതിനനുസരിച്ച് നമ്മൾ ഇതിൽ കൊടുക്കുന്ന ന്യൂട്രിയൻസിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താ പെട്ടെന്ന് സാധാരണ എല്ലാവരും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവന്ന് ടോപ്പപ്പ് ചെയ്യും. വെള്ളം രണ്ടാമത് ഒഴിച്ചു കൊടുക്കും. ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് ക്രാക്കി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ഫെയിലിയർ ഉണ്ടാകാൻ പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രാക്കിയിൽ നമ്മൾ ചെടി വയ്ക്കുമ്പോൾ അതിൽ രണ്ട് ടൈപ്പ് റൂട്ട്സ് ഉണ്ട്. എയർ റൂട്ട്സും ഉണ്ട്, അതുപോലെ വാട്ടർ റൂട്ട്സും ഉണ്ട്. അതായത് വെള്ളത്തിൽ മുട്ടിക്കിടക്കുന്ന വേരും വെള്ളത്തിൽ മുട്ടാതെ ഓക്സിജൻ എടുക്കുന്ന എയർ റൂട്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് ടോപ്പപ്പ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ലെവൽ ഒരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഈ എയർ റൂട്ട്സിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെടി ഡാമേജ് ആയിപ്പോകും. അപ്പോൾ എയർ റൂട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണത്. ഇത് സാധാരണ നമ്മളെ കുടിവെള്ളമൊക്കെ കൊണ്ട് വെക്കണമല്ലോ, ഓഫീസുകളിലൊക്കെ ബോട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നതനുസരിച്ച് കുറഞ്ഞ് വരുന്നില്ല. അതേ മെത്തേഡാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ എൻ്റേതായുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് ചെടി വെക്കാനാണ്, അതുപോലെ ഒന്നിൽ നമ്മൾ അതൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ആ കുപ്പിയിൽ ഞാനൊരു PVC പൈപ്പ് എക്സ്റ്റൻഷൻ പിടിപ്പിച്ചിട്ടുണ്ട് ലെവൽ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യണം, നേരെ കമത്തി വെച്ച് വയ്ക്കുക. കണ്ടോ, ഇതിൽ വെച്ചു. അപ്പോൾ ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി വെള്ളം എടുക്കുന്നതനുസരിച്ച് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ ചെറിയൊരു ഒരു പൈപ്പ് എടുത്തിട്ട് നമ്മൾ വെള്ളം ഇവിടെ നിന്ന് വലിക്കുകയാണെങ്കിൽ ഇതൊരു കൊമ്പള വന്നിട്ട് ഇങ്ങനെ വെള്ളം എടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ബക്കറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ ലെവലിൽ വിട്ട് ഒരിക്കലും വെള്ളം എയർ റൂട്ട്സിലേക്ക് വരില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റും ടോപ്പപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ക്രാക്കിയിൽ നമുക്ക് ഒരിക്കലും വേര് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ നമുക്ക് അത് മാത്രമല്ല, ഈ എപ്പോഴും ഇതിൻ്റെ വെള്ളത്തിൽ കുറഞ്ഞു പോയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ ബോട്ടിലെ വെള്ളത്തിൻ്റെ ലെവൽ മാത്രം നോക്കിയാൽ മതി, നമ്മുടെ ചെടി വെള്ളം എടുക്കുന്നതിന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഞാനിതിനകത്തൊരു ചെടി വെക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഒരു പാവലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നല്ല ക്ലൈമറ്റാണ്, ചിലപ്പോൾ നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ടോപ്പപ്പ് മെത്തേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെടിയുടെ വെള്ളം, നമ്മുടെ പോട്ടറിയിലെ വെള്ളം കുറയുന്ന സമയത്ത് നമ്മൾ വീണ്ടും ടോപ്പപ്പ് ചെയ്യുന്ന സമയത്ത് ചെടി ഡാമേജായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെക്കാനിസം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.